അധികം സജീവമല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ചേട്ടൻ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് കാണും. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ചേട്ടൻ ഇപ്പോൾ എന്തിലൊക്കെയാണ് ഒരുപാട് ആക്റ്റീവായിട്ട് നിൽക്കുന്നതെന്ന്. അപ്പോൾ ചേട്ടൻ തന്നെ പറയും ഇപ്പോൾ എന്തിലൊക്കെയാണ് ചേട്ടൻ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്? ഞാനിപ്പോൾ ചില്ല എന്ന് പറഞ്ഞൊരു സംഘടന, ഒരു അനന്യ എന്ന് പറഞ്ഞ NGO. അപ്പോൾ അവിടെ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. അപ്പോൾ ഓട്ടിസവും മറ്റു മാനസിക വെല്ലുവിളികളും നേരിടുന്ന കുട്ടികളെ നമ്മൾ കാത്തുകൊള്ളുന്നു. അതായത് അവരെ എങ്ങനെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ, എല്ലാവരെയും കഴിയില്ല, പക്ഷേ കഴിയുന്നവരെ എങ്ങനെ ആക്കി തീർക്കുകയും അല്ലാതെ ഉള്ളവരെ അവരുടെ ഒരു കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ശ്രമമാണ്. അപ്പോൾ അത് എൻ്റെ മോനും ഒരു 2 മക്കളുണ്ട്. ഇളയ മോന് ഓട്ടിസമാണ്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ 10 പേരെ നോക്കുന്നുണ്ട്. കാരണം 10 പേരുടെ ഒരു അധികമായാൽ നമുക്ക് എല്ലാവരെയും ശ്രദ്ധിക്കാൻ പറ്റില്ല. 1:1 ഒരാൾക്ക് ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അവരുടെ സ്കില്ലനുസരിച്ച് നമ്മൾ നോക്കുന്നു. അവരുടെ സ്കില്ലെന്താണോ അതിൻ്റെ ബാക്കിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അവരെ പിന്നെ ഇപ്പോൾ ഇവിടെ പൊതുവെ നമ്മൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെന്ന് പറയാൻ പാടില്ല, 18 വയസ്സ് കഴിഞ്ഞവരെയാണ് നമ്മൾ നോക്കുന്നത്. 18 വയസ്സിന് താഴെ വരെ അക്കാഡമിക് പിന്നെ രീതിയിൽ അവർക്ക് പല സ്കൂളുകളുണ്ട്, അവരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് സ്പെഷ്യൽ സ്കൂൾസ് ഉണ്ട്. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ് പതിവ്. പ്രത്യേകിച്ച് സിംഗിൾ പേരൻ്റ് ആണെങ്കിൽ ആ ജീവിതം വല്ലാത്ത ദുഷ്കരമാണ്. ഫിനാൻഷ്യലിയും കൂടെ ബുദ്ധിമുട്ടുള്ളവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മമാർക്ക് വീട്ടിൽ അടച്ചിട്ടിട്ട് തൊഴിലിന് പോകാനേ പറ്റുള്ളൂ, പൂട്ടിയിട്ടിട്ട്. അങ്ങനെയുള്ളൊരു അവർക്കൊരു സാധ്യതയുമില്ല. അങ്ങനെയുള്ള ഏറ്റവും പാവപ്പെട്ട കുട്ടികളെ കണ്ടെത്തി ഞങ്ങൾ ഇപ്പോൾ 10 പേരെ വീതം നമുക്ക് നോക്കാമെന്ന്, ഇവരെന്താകുന്നു എന്നുള്ളത്. ഇങ്ങനെ 18 വയസ്സിന് മുകളിലുള്ളവരെ അവരുടെ മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞാൽ അവരെന്താകും എന്ന് എല്ലാ മാതാപിതാക്കൾക്കും, ഇത്തരം മാതാപിതാക്കൾക്കൊരു വല്ലാത്തൊരു വിഷമവും ക്യൂരിയോസിറ്റി എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളത് ശ്രമമാണ്. ഇവിടെ വന്നപ്പോഴും ഒരുപാട് സന്തോഷം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ശരിക്കും മനസ്സിലായില്ല ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളാണ് 1-2 പേര് ഇവിടെ ഓരോ സാധനങ്ങൾ എടുത്ത് മാറ്റുന്നതും അവർ ഓടി നടക്കുന്നത് എല്ലാം ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ ചോദിച്ചു അവരകത്തുണ്ടോ, അപ്പോൾ പറഞ്ഞത് ചേട്ടനല്ല, അവരെ തന്നെ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അവരെ കൊണ്ട് പ്രാപ്തരാക്കുകയാണ്. അതെ, അവരുണ്ണുന്ന പിന്നെ ഭക്ഷണം കഴിക്കുന്ന പാത്രം പോലും അവരെ കൊണ്ട് തന്നെ കഴുകിപ്പിച്ച്. നമ്മൾ ഇവിടെ ക്യാമറ വെച്ച സമയത്ത് പോലും ഒരാൾ വന്നിട്ട് ഇതുപോലെ പൊക്കോട്ടേന്ന് പെർമിഷൻ വരെ ചോദിച്ചു. അപ്പൊ അത്രത്തോളം ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അവരതുപോലെ അവർ നോക്കുമെന്നുള്ളതാണ്. നമ്മളെന്ത് പറഞ്ഞു കൊടുക്കുന്നോ അതവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നല്ലത് പറഞ്ഞു കൊടുത്താൽ ഒരു നല്ലത് ചെയ്യും. നാടിൻ്റെ നന്മയ്ക്കായിട്ട് അവരെ ഒത്തിരി ഉപയോഗിക്കാം. അവരെ കൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രം. അപ്പോൾ ഇൻക്ലൂസീവ് ആക്കുക എന്നുള്ളതാണ്. കാരണം അവരെയും കൂടെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു സൊസൈറ്റി നമുക്കുണ്ടാവട്ടെ, അങ്ങനൊരു സാമൂഹ്യ അന്തരീക്ഷം നമുക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് ചേട്ടാ, ഇപ്പം ചേട്ടൻ്റെ മോന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ചൈൽഡ് അല്ലേ? അതെ, സ്പെഷ്യൽ ചൈൽഡ്. അതിന് നമ്മൾ എന്താ പറയാ, ഒരു ഗോഡ് ബ്ലെസ്ഡ് ചൈൽഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞ്. അപ്പൊ അങ്ങനെ ചേട്ടനൊരു സ്പെഷ്യൽ ചൈൽഡിനെ കിട്ടിയോണ്ടാണോ ചേട്ടന് കൂടുതലും ആ ഒരു അവയർനെസ് വന്നതും മറ്റു കുട്ടികൾക്കും കൂടെ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതില്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ചില്ല ഇത് മാത്രമല്ല കേട്ടോ. ചില്ല ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 22 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് സ്ട്രീറ്റിലെ കുട്ടികളെ നമ്മൾ വളർത്തുന്നൊരു ഇതുണ്ടായിരുന്നു. ഞാൻ അന്നും ഇതിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞു. അത്തരം കുട്ടികൾക്ക് എല്ലാവർക്കും ഷെൽട്ടർ എല്ലായിടത്തുമായി, ഗവൺമെൻറ് തലത്തിൽ തന്നെ. പക്ഷേ ഇപ്പോൾ ഇത്തരം ഈ മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികൾ, ഓട്ടിസവും മറ്റു മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ദാരുണമാണ്. അത് സമൂഹം മനസ്സിലാക്കുകയും, സമൂഹം മാത്രമല്ല സർക്കാർ തലത്തിലും ഇപ്പോൾ ഒത്തിരി, കേരളത്തിൽ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭിന്നശേഷി കുട്ടികളെ കാത്തു സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ഭിന്നശേഷി കുട്ടികൾക്ക് 4%
സംവരണം തന്നെയുണ്ട്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, RPWD ആക്ട് 2016 പ്രകാരം ഒരുപാട് പിന്നെ എന്താണ് ആനുകൂല്യങ്ങൾ, നിയമങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നടത്തുക എന്നുള്ളതാണ്. അതെ. പക്ഷെ അതിലേറെ മറ്റു രാജ്യങ്ങളിൽ ഇവർ സ്റ്റേറ്റിൻ്റെ കൂടി കുഞ്ഞുങ്ങളാണ് എന്നുള്ളൊരു പിന്നെ എന്ന് കണ്ടുകൊണ്ട് ആ കുടുംബത്തിനെ തന്നെ, ഫാമിലിയെ തന്നെ സ്റ്റേറ്റ് ഏറ്റെടുക്കുകയാണ് മറ്റു രാജ്യങ്ങളിൽ. ഇവിടെ നമുക്ക് അങ്ങനെ ആയിട്ടില്ല. അപ്പോൾ ഇത് അമ്മമാരുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ തോളിലാണ് ഇവരിപ്പോഴും. അത് മാറി സ്റ്റേറ്റ് എടുക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണം. അതിനുവേണ്ടിയൊക്കെ കൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതെ. അപ്പോൾ അതൊക്കെയാണ് ചേട്ടൻ കറൻ്റ്ലി ആക്റ്റീവായിട്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോഴും ചേട്ടൻ്റെ പഴയ സീരിയലുകളായാലും അതിൻ്റെയൊക്കെ ക്ലിപ്പിങ്സ് ആയാലും യൂട്യൂബിലും എല്ലാം നമ്മൾ ചേട്ടൻ്റെ ഷോസും എല്ലാം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളികൾ ഒരിക്കലും മറക്കാത്തൊരു മുഖം തന്നെയാണ്. അപ്പം എവിടെ പോയാലും ഇപ്പോഴും ആളുകൾ വന്ന് സംസാരിക്കാറും ഒക്കെ ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അതെ, എല്ലാവരും വന്ന് അത് പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഇടപഴകുന്നത് പോലെയും കൂടെ ഇരിക്കും അല്ലേ? അതെ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചിരിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും കഴിയുന്നൊരു ലോകം തന്നെയാണ് ഞങ്ങളും. അല്ലാതെ ഞങ്ങളിത് നടത്തിയിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ പരസ്പരം സന്തോഷിക്കാനൊരു ഇടവരട്ടെ. അതിനുവേണ്ടി സമൂഹം നമ്മൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആര് കണ്ടാലും എന്നെ നോക്കി ചിരിക്കുമ്പോൾ എനിക്കത് സന്തോഷമേ ഉള്ളൂ. കാരണം എന്നെ അറിയുന്നല്ലോ, നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചിരിക്കാൻ പറ്റുന്നല്ലോ. അതെ അതെ, എന്നൊരു വലിയ കാര്യമല്ലേ. ചേട്ടൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ സിനിമയിൽ നിന്നായാലും സീരിയലിൽ നിന്നായാലും ഒക്കെ ഒരു ബ്രേക്ക് ഇട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം? ചേട്ടനായിട്ട് എടുത്തതാ ബ്രേക്ക് ആണോ അത്? അങ്ങനെ ബ്രേക്ക് ഇട്ട് എടുത്തതല്ല. പിന്നെ നമുക്കായി കിട്ടുന്ന സമയങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഇങ്ങനെ വിനിയോഗിക്കുന്നത് കൊണ്ടാണ്. എനിക്ക് കൂടുതലും ഇഷ്ടം എന്നുള്ളതിൽ പോലെ തന്നെ നമുക്ക് കൂടുതൽ ചെയ്യാൻ ഒരാഗ്രഹം ഉണ്ടാകുമല്ലോ. ഈ ഒരു ശേഷി ഇത് മാത്രമല്ല കേട്ടോ, ചില്ല മാത്രമല്ല. ഞാൻ പൊക്കം കുറഞ്ഞവരുടെ ഒരു സംഘടനയുണ്ട്, ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ്. അങ്ങനെ ട്രസ്റ്റ് ഉണ്ട്, അതിൻ്റെയും കൂടെ പ്രസിഡൻ്റാണ് ഞാൻ. അങ്ങനെ ഒത്തിരി സംഘടനകളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അരികുവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന പിന്നെ ഒരു സമൂഹത്തെ ചേർത്ത് പിടിക്കുക, ഏത് ലെവലിലായിരുന്നാലും. അപ്പോൾ സിനിമകൾ നല്ല നല്ല വേഷങ്ങൾ വന്നാൽ ഇനി ആയാലും പോവും തീർച്ചയായിട്ടും. അത് ഞാൻ പിന്നെ അതിനു വേണ്ടി ശ്രമിക്കാത്തത് കൊണ്ടാവാം ഒരു പക്ഷേ, അതിനുവേണ്ടി അങ്ങോട്ട് പോയി നോക്കാത്തത് കൊണ്ടായിരിക്കാം. നല്ല അവസരങ്ങൾ കിട്ടിയാൽ തീർച്ചയായും പോകാത്തായിട്ട് ആരുണ്ട്. അതെ.